ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. 1/4 കപ്പ് അളവിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും ബട്ടറും വേണം നിങ്ങൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയുടെയും സ്പൈസസിൻ്റെയും കൂട്ടിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ശർക്കരയുമായി നന്നായി കമ്പൈൻ ചെയ്തതിന് ശേഷം മാത്രമേ പാല് ചേർക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ള ശർക്കരയ്ക്ക് മധുരം കുറവായതിനാൽ ഞാൻ പാലിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ബട്ടറും ചേർത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെയായി ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ എത്തിക്കണം. അടിക്ക് പിടിക്കാതെ ഇരിക്കാനായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് അളവിൽ തേങ്ങ റോസ്റ്റ് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് എരിവും മധുരവും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രത്യേക ഡിഷാണ്. ഇനി ബട്ടർ തൂവി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ്. ഇപ്പോൾ നമ്മുടെ ഡിഷ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. Thank you for watching.